അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ആന്ധ്രാപ്രദേശിൽ ഗുറംകൊണ്ട എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ശുഹദാക്കളുടെ മക്ബറയാണ് നാം കാണുന്നത്. ഈ മഹത്തായ ഹളറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ടിപ്പു സുൽത്താൻ ഷഹീദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അമ്മാമനായ മീർ അലി റസാ ഖാൻ റളിയല്ലാഹു അൻഹും, അതുപോലെ തന്നെ അവിടുത്തെ ഉമ്മയായ ഉമ്മ ഫഖറുന്നിസ എന്ന മഹദിയും മറ്റു ശുഹദാക്കളുമാണ് ഈ മസാറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഉയർത്തുമാറാകട്ടെ. അവിടുത്തെ മദദ് കൊണ്ട് നമ്മളെ ഇഹവര വിജയം നന്നാക്കി തരുമാറാകട്ടെ. നമ്മിലും നമ്മോട് ബന്ധപ്പെട്ടവരിലുമുള്ള എല്ലാ സിഹ്റുകളും അല്ലാഹു ബാത്തിലാക്കി തരുമാറാകട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ശാരീരിക, മാനസിക, പൈശാചിക ഷർറുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി സലാമത്തിൻ്റെ വഴികൾ അല്ലാഹു തുറന്നു തരുമാറാകട്ടെ. അവസാനം ആക്കിബത്ത് നന്നായി വിട പറയുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കറാമത്തുകളെ കൊണ്ട് പ്രസിദ്ധിയാർജിച്ച മഹാന്മാരെ ഹളറത്തിൽ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ജനുവരി 9 ഉറൂസ് നടക്കുകയാണ്. മഹത്തായ ഉറൂസിലേക്ക് നിങ്ങളെയും കുടുംബത്തെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഒരുപാട് മഹാന്മാർ നിത്യവും ആ മഹത്തായ ഹളറത്തിൽ വന്ന് സിയാറത്ത് ചെയ്തു പോകുന്നുണ്ട്. അവിടുത്തെ കറാമത്തുകൾ ഇന്നും ഫലമായി ദുആക്ക് ഇജാബത്തെന്ന പോലെ തന്നെ ഉടനെ അടി നമ്മൾ ചോദിച്ചതിന് ഫലം കിട്ടുന്ന വലിയൊരു മഹത്തായ ഹളറത്താണ് ഈ ശുഹദാക്കളുടെ ഹളറത്ത്. ഈ ഹളറത്തിൽ വെച്ച് എന്ത് ചോദിച്ചുവോ അവിടത്തേക്ക് ഖുർആൻ ഹദിയ ചെയ്ത് ദിക്ർ ചൊല്ലി നമ്മൾ ചോദിക്കുന്നതിന് ഉടനടി ഫലം കിട്ടുന്ന ഒരു മഹത്തായ ശുഹദാക്കളുടെ മസാറാണ് നാം ഈ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സിയാറത്ത് ചെയ്യുവാനുള്ള തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അവിടെ മറപ്പെട്ട് കിടക്കുന്ന മറ്റൊരു ശുഹദാക്കളിൽപ്പെട്ട ഒരു വലിയ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കളുടെ വാളിന് ഇരയാവുകയും തല പോയി കുതിരപ്പുറത്ത് ഒരുപാട് സഞ്ചരിച്ചു ശത്രുക്കളോട് യുദ്ധം ചെയ്ത ചരിത്രം അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് മലപ്രദേശത്ത് മലയുടെ മുകളിൽ ഇരുന്ന വലിയനെ വധിക്കാൻ പോയി ശത്രുക്കൾ. ആ ശത്രുക്കൾ മലയുടെ മുകളിലേക്ക് കയറിയപ്പോൾ മഹാൻ്റെ കറാമത്ത് കൊണ്ട് അവിടെ സ്തംഭിക്കുകയും മഹാൻ അവിടെ നിന്ന് പറഞ്ഞു, എന്നെ വധിക്കാൻ വന്നതല്ലേ, നീ ആ കുതിരനെ തോളിലിട്ട് താഴോട്ട് പോയിക്കോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ കുതിരനെ തോളിൽ ചുമന്ന് താഴോട്ട് ഇറങ്ങി വന്ന ചരിത്രങ്ങളൊക്കെ അവിടുത്തെ അറിയപ്പെട്ട ചരിത്രങ്ങളിൽപ്പെട്ടതാണ്. ആ മഹത്തായ കാടിൻ്റെയും മലയുടെയൊക്കെ അന്തരീക്ഷത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തായ ഹളറത്തിൽ നമുക്കൊക്കെ ചെന്ന് സാഹചര്യം